ഫെയിലുവർ. അപ്പോൾ ഒരു കമ്പോണൻറ്റ് എപ്പോഴാണ് ഫെയിലാവുക? അതായത് ഒരു കമ്പോണൻറ്റിന് ഒരു റിക്വയർഡ് പെർഫോമൻസ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ പെർഫോമൻസിൽ അത് വർക്ക് ചെയ്യും ഫോർ എൻ ഇൻറ്റൻഡഡ് ടൈം പീരീഡ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അതിൻ്റെ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുക. ആ ഒരു പെർഫോമൻസ് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ആ ഇൻറ്റൻഡഡ് ഫങ്ഷൻ നടക്കാതെ വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ആ പ്രോഡക്റ്റ് ഫെയിലായി, അല്ലെങ്കിൽ ആ കമ്പോണൻറ്റ് ഫെയിലായി എന്ന് പറയും. അതായത് എ ഫെയിലുവർ ഈസ് ദ partial or total loss or change of those properties of a system in such a way that its functioning is seriously or completely stopped, or simply a component fails when it stops doing its required function. Next, failure rate. Failure rate എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റേറ്റ് അറ്റ് വിച്ച് ദ ഫെയിലുവർ ഒക്കേഴ്സ്. ഫെയിലുവർ ഒക്കർ ചെയ്യുന്നതിൻ്റെ റേറ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് number of failures during the specific test interval to the total test time of the items undergoing the test. Mathematically എന്താണ് failure rate lambda equal to number of failures during the test interval divided by total test time. ഇനി ഫെയിലുവർ റേറ്റ് കുറയുന്നതിനനുസരിച്ച് റിലയബിലിറ്റി കൂടും അല്ലേ? ചെറിയ ഫെയിലുവർ റേറ്റ് ആണെങ്കിൽ റിലയബിലിറ്റി കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും. ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫെയിലുവേഴ്സ്? മെയിനായിട്ടുള്ള ടൈപ്സ് ഓഫ് ഫെയിലുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഫസ്റ്റ് വൺ, മിസ്യൂസ് ഫെയിലുവർ. മിസ്യൂസ് ഫെയിലുവർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ, അതായത് നമ്മൾ മിസ്യൂസിങ് കാരണം എന്താണ് ഒരു കമ്പോണൻറ്റ് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ഇപ്പോൾ ഓവർലോഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് വേണ്ട ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മിസ്യൂസിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മിസ്യൂസ് കാരണം ഉണ്ടാകുന്ന ഫെയിലുവേഴ്സ്, അതാണ് മിസ്യൂസ് ഫെയിലുവേഴ്സ്. പിന്നെ നെക്സ്റ്റ്, ഇൻഹറൻറ്റ് വീക്ക്നെസ് ഫെയിലുവർ. ഇൻഹറൻറ്റ് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ ഇൻഹറൻറ്റ് വീക്ക്നെസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലെ അതിനകത്ത് തുടക്കം മുതലേ ഉണ്ടാകുന്ന കുറച്ച് വീക്ക്നെസ് ഉണ്ടാവും, അത് കാരണം ഉണ്ടാകുന്ന ഫെയിലുവേഴ്സ്. നെക്സ്റ്റ്, കാറ്റാസ്ട്രോഫിക് ഫെയിലുവർ. കാറ്റാസ്ട്രോഫിക് ഫെയിലുവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നുണ്ടാകുന്ന, ഇപ്പോൾ ഒരു ബൾബ് ഫ്യൂസായി പോവുക, അല്ലെങ്കിൽ ടയർ പഞ്ചറാവുക, അപ്പോൾ ഇതുപോലുള്ള പ്രതീക്ഷിക്കാൻ പറ്റാത്ത ടൈപ്പുള്ള ഫെയിലുവേഴ്സ്, അൺഎക്സ്പെക്റ്റഡ് ഫെയിലുവേഴ്സ്, അതിനെയാണ് നമ്മൾ കാറ്റാസ്ട്രോഫിക് ഫെയിലുവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെയർ ഔട്ട് ഫെയിലുവർ. വെയർ ഔട്ട് ഫെയിലുവർ എന്ന് പറയുമ്പം അതിൻ്റെ കണ്ടിന്യൂസ് യൂസേജ് കാരണം, സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ദൈനംദിനമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം കണ്ടിന്യൂസ് യൂസേജിലൂടെ ഫെയിലായി പോകുന്നു. ഈ വെയർ ആൻഡ് ടയർ ഒക്കെ ഉപയോഗിച്ചിട്ട് കാരണം ഉണ്ടാകുന്ന ഫെയിലുവേഴ്സൊക്കെ ഇല്ലേ, അതേപോലെ ഇപ്പം ഓട്ടോമൊബൈൽ ഫീൽഡിലാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ തേയ്മാനമൊക്കെ വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫെയിലുവേഴ്സ്, അതിനെയാണ് നമ്മൾ വെയർ ഔട്ട് ഫെയിലുവേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ഡ്രിഫ്റ്റ് ഫെയിലുവർ. ഡ്രിഫ്റ്റ് ഫെയിലുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പെർഫോമൻസ് കൂടാം കുറയാം. ഇത് അതിൻ്റെ നമുക്ക് അറിയാം, ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ഉണ്ട്, അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പം ഈ ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റിലേക്കും താഴെ അല്ലെങ്കിൽ അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റിന് മുകളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് മാറും ചില കേസിൽ. പക്ഷെ അത് തന്നെ ഈ ഡിവൈസ് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കുകയാണ്, അല്ല ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അത് റെഡിയാവും. അപ്പോൾ ഈ ടൈപ്പ് ഫെയിലുവേഴ്സ് ഉണ്ട്, ഇതിനെയാണ് ഡ്രിഫ്റ്റ് ഫെയിലുവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫെയിലുവർ. ഇൻ്റർമിറ്റൻറ്റ് ഫെയിലുവർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഫെയിലാവുക, അത് കഴിയുമ്പോൾ റെഡിയാവുക. അതായത് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, ഫോർ അൺനോൺ റീസൺ എന്താണ് പെർഫോമൻസ് കുറയുന്നു അല്ലെ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അത് വീണ്ടും അത് ഓവർകം ചെയ്യുന്നു, സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഫെയിലുവറിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫെയിലുവർ എന്ന് പറയും. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫെയിലുവേഴ്സ്. എന്തൊക്കെയാണ്? മിസ്യൂസ് ഫെയിലുവർ, ഇൻഹറൻറ്റ് വീക്ക്നെസ് ഫെയിലുവർ, കാറ്റാസ്ട്രോഫിക് ഫെയിലുവർ, വെയർ ഔട്ട് ഫെയിലുവർ, ഡ്രിഫ്റ്റ് ഫെയിലുവർ ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് ഫെയിലുവർ. നെക്സ്റ്റ്, കോസസ് ഓഫ് ഫെയിലുവർ. കോസസ് ഓഫ് ഫെയിലുവർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഫെയിലുവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പുവർ ഡിസൈൻ ആൻഡ് റോങ് മാനുഫാക്ചറിങ് ടെക്നിക്സ്. അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ തന്നെ കറക്റ്റായിട്ടല്ല ഡിസൈൻ ചെയ്യുന്നെങ്കിൽ, അപ്പം അതിൻ്റെ മെറ്റീരിയൽ
ചൂസ് ചെയ്തതിൽ, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഓരോ ലിമിറ്റ്, സ്ട്രെങ്ത്ത്, ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ്, അതേപോലെ മാനുഫാക്ചറിങ് ടെക്നിക്സ്, ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ചൂസ് ചെയ്യണം, ഇതിൻ്റെയൊക്കെ പുവർ ഡിസൈൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ടെക്നിക്സിൻ്റെ ചൂസേജ് റോങ് ആവുക. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോഴൊക്കെ എന്താണ്, പിന്നീട് ഭാവിയിൽ ഫെയിലിയേഴ്സ് വരാം. ഇതാണ് ഫസ്റ്റ് കോസ്. ഇനി സെക്കൻഡ്, ലാക്ക് ഓഫ് ടോട്ടൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് അറിവില്ലായ്മ അല്ലെങ്കിൽ കറക്റ്റ് നോളജ് ഇല്ലാത്തത്. അത് മെയിനായിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു കമ്പോണൻറ്റ് ഇപ്പോൾ ഏത് കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിലും എല്ലാം ഒരേപോലെ ആയിരിക്കില്ല വർക്ക് ചെയ്യുക, എല്ലാ കണ്ടീഷനിലും ഒരേപോലെ ആയിരിക്കില്ല വർക്ക് ചെയ്യുക. അതേപോലെ എൻവയോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച്, അല്ലെ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ അനുസരിച്ച് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരേപോലെ ആയിരിക്കില്ല. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു ആപ്ലിക്കേഷന്. ആ സമയത്ത് ചിലപ്പോൾ സ്ട്രെങ്ത് കൂടുതൽ വേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു മെറ്റീരിയലായിരിക്കും ഉപയോഗിക്കേണ്ടത്. അതിപ്പം അസിഡിക് എൻവയോൺമെൻറ്റിൽ ഇന്ന മെറ്റീരിയലാണെങ്കിൽ അല്ലാത്ത എൻവയോൺമെൻറ്റിൽ വേറൊരു മെറ്റീരിയലായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ പല പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അപാകത, അതായത് ലാക്ക് ഓഫ് ടോട്ടൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഇത് കാരണം ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ഇതാണ് സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ്, കോംപ്ലക്സിറ്റി ഓഫ് ദ എക്യുപ്മെൻറ്റ്. കോംപ്ലക്സിറ്റി, ഇപ്പോൾ ഒരു സിമ്പിൾ സിസ്റ്റം ആണെങ്കിൽ അതിൽ കമ്പോണൻസിൻ്റെ എണ്ണം കുറവാണ്, നമ്പർ ഓഫ് കമ്പോണൻസ് വിൽ ബി സ്മോൾ. ബട്ട് ഫോർ ദ കോംപ്ലക്സ് എക്യുപ്മെൻറ്റ്സ്, അപ്പോൾ എന്താണ്, കുറേ കോംപ്ലക്സ് സിസ്റ്റം ആയിരിക്കും, കുറേ കമ്പോണൻസ് ഉണ്ടാവും, അതേപോലെ അതിൻ്റെ ഒരു കണക്ഷൻ തന്നെ ഒരു കോംപ്ലക്സ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫെയിലിയേഴ്സും കൂടും. ഓരോ കമ്പോണൻറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ കമ്പോണൻസ് ഒക്കെ ഫെയിൽ ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഓവറോൾ ചാൻസ് ഓഫ് ഫെയിലിയർ വിൽ ബി മോർ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കോസ്. ഇനി ലാസ്റ്റ് പറയുന്നത് പുവർ മെയിൻ്റനൻസ് പോളിസി. അപ്പോൾ പൊതുവേ ഒരു മെറ്റീരിയൽ അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, കറക്റ്റീവ് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ടൈപ്പ് മെയിൻ്റനൻസ് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു മെയിൻ്റനൻസ് നമ്മൾ നടത്തും. അപ്പോൾ ആ മെയിൻ്റനൻസിന് ഒരു പർട്ടിക്കുലർ പോളിസി ഉണ്ടാവും, നമ്മൾ പ്ലാൻ ചെയ്തൊരു പോളിസി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോളിസി നല്ല രീതിയിലുള്ള പോളിസി ആണെങ്കിൽ ഫെയിലിയേഴ്സ് ഒക്കറിയില്ല, അല്ലെങ്കിൽ ഫെയിലിയേഴ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ പുവർ മെയിൻ്റനൻസ് പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുമെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് 4 കോസസ് ഓഫ് ഫെയിലിയേഴ്സ്. പുവർ ഡിസൈൻ, ലാക്ക് ഓഫ് ടോട്ടൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, കോംപ്ലക്സിറ്റി ഓഫ് ദി എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ പുവർ മെയിൻ്റനൻസ് പോളിസി. ഇനി ഫേസസ് ഓഫ് ഫെയിലിയേഴ്സ്. ഫെയിലിയറിൻ്റെ ഒരു ഫേസ് 3 സ്റ്റേജായിട്ടാണ് ഒരു കമ്പോണൻറ്റ് ഫെയിലാവുക, അല്ല അതിൻ്റെ ഒരു കമ്പോണൻറ്റിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ്, ഇപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ട് വിത്ത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഫെയിലിയർ റേറ്റും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ എന്താണ്, ഒരു ബാത്ത് ടബിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബാത്ത് ടബ് കർവ് എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഇതിനെ 3 സ്റ്റേജായിട്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചേക്കുന്നത്, ഫ്രം ദ ലെഫ്റ്റ് ടു ദ ഡോട്ടഡ് ലൈൻ, ഫസ്റ്റ് ഡോട്ടഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ ഇൻഫൻറ്റ് ഫെയിലിയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയും. ഇനി നെക്സ്റ്റ് സർവീസ് ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ റാൻഡം ഫെയിലിയേഴ്സ്, ലാസ്റ്റ് വൺ വെയർ ഔട്ട് ഫെയിലിയേഴ്സ്. അങ്ങനെ 3 സ്റ്റേജായിട്ടാണുള്ളത്. ഇപ്പോൾ ഓരോ സ്റ്റേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇനീഷ്യൽ ഫെയിലിയർ, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. ഇവിടെയാണ് ദീസ് ആർ ദ ഫെയിലിയേഴ്സ് വിച്ച് ടേക്സ് പ്ലേസ് ആസ് സൂൺ ആസ് ദ ഡിവൈസ് ഈസ് പുട്ട് ഇൻ ടു ഓപ്പറേഷൻ. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ, ഇപ്പം ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ കുറച്ച് ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ആ ടൈപ്പ് ഫെയിലിയേഴ്സ്, അതിനെയാണ് നമ്മൾ ഇൻഫൻറ്റ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് തുടക്കത്തിൽ കൂടുതലായിരുന്നു, നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അല്ലേ. ഇവിടെ തുടക്കത്തിൽ കൂടുതലായിരുന്നു, പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ.
പ്രൈമറിലി ഡ്യൂ ടു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ മെയിനായിട്ട് മാനുഫാക്ചറിങ് കുറേ ഇടത്തുണ്ടാവും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഫെയിലിയേഴ്സാണ് മെയിൻലി സച്ച് ആസ് വീക്ക് പാർട്സ്, പുവർ ഇൻസുലേഷൻ, ബാഡ് അസംബ്ലി, പുവർ ഫിറ്റ്സ് എക്സെട്ര. ഇതൊക്കെ കാരണമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മേജർ കോസസ് എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയാണ്. എന്തൊക്കെയാണ്? സബ്സ്റ്റാൻഡേർഡ് വർക്ക്മാൻഷിപ്പ്, പുവർ ക്വാളിറ്റി കൺട്രോൾ, സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്, ഇൻസഫിഷ്യൻറ്റ് ഡീബഗിങ്, പുവർ മാനുഫാക്ചറിങ് ടെക്നിക്സ് ആൻഡ് ഇംപ്രോപ്പർ പാക്കേജിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് പ്രാക്ടീസസ്. ഇതൊക്കെ കാരണമാണ് ഇനീഷ്യൽ ഫെയിലിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റീജിയൻ. നെക്സ്റ്റ് റീജിയൻ മിഡിൽ പോർഷനിൽ കാണുന്നതാണ് റാൻഡം ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ കാറ്റാസ്ട്രോഫിക് ഫെയിലിയർ, അല്ലെങ്കിൽ സർവീസ് ഫെയിലിയർ. ഈ 3 പേരിൽ പറയും. അപ്പോൾ അവിടെ നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഒരു ഇൻഫൻറ്റ് ഫെയിലിയറിൻ്റെ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നാളത്തേക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകും. അപ്പം അതാണ് ഹസാർഡ് റേറ്റ് ഈസ്, അല്ലെങ്കിൽ ഫെയിലിയർ റേറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഓവർ ദ ടൈം. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പോവുക. പിന്നെ ഇവിടെയും ഫെയിലിയർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഈ കേസിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള കുറച്ച് കോസസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ലോ സേഫ്റ്റി ഫാക്ടേഴ്സ്, സ്ട്രെസ് റിലേറ്റഡ് ഫെയിലിയേഴ്സ്, higher than expected random loads, lower random strength than expected, human errors, failure that cannot be observed during debugging, failures that cannot be prevented by the best preventive maintenance practices, unexplainable causes. ഇതൊക്കെ തന്നെ റാൻഡം ഫെയിലിയേഴ്സിൻ്റെ കേസ്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ എന്താണ്? പിന്നീട് അത് ഫെയിലിയർ ആയി തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു. പിന്നെ പെട്ടെന്നായിരിക്കും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് തന്നെ അറിയാം. ഈ ഒരു ഫിഗറിൽ എക്സ്പൊണൻഷ്യലായിട്ടാണ് പെട്ടെന്ന് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ അവസാനം അൾട്ടിമേറ്റ്ലി അത് ഫെയിൽ ആവും. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് വെയർ ഔട്ട് ഫെയിലിയർ. അപ്പോൾ ആസ് ദ ടൈം പാസസ് ദ യൂണിറ്റ് ഗെറ്റ് വോൺ ഔട്ട് ആൻഡ് ബിഗിൻ ടു ഡിറ്റീരിയറേറ്റ്. അത് നശിച്ചു തുടങ്ങുന്നു. ഹസാർഡ് റേറ്റ് ഇൻക്രീസസ് ഓവർ ദ ടൈം. ഹസാർഡ് റേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എക്സ്പൊണൻഷ്യലായിട്ട്. ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? corrosion or oxidation, frictional wear or fatigue, aging and degradation, maintenance or service practices, short designed in life, shrinkage or cracking in plastics. ഇതൊക്കെയാണ് വെയർ ഔട്ട് ഫെയിലിയർ. അപ്പം ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് എന്താണ് ഒരു ഫെയിലിയറിനുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്ന ഈ 3 സ്റ്റേജിൽ കൂടാണ്. എന്തൊക്കെയാണ്? ഇൻഫൻറ്റ് ഫെയിലിയർ, സർവീസ് ഫെയിലിയേഴ്സ്, അതുപോലെ വെയർ ഔട്ട് ഫെയിലിയേഴ്സ്.